ജീവൻ. So the topic is life through the Spirit of God. Yeah, as Christians, we are going to focus on the life through the Spirit of God. That is our Holy Spirit. As Christian, we are focusing on we need to have a life through the Spirit of God. So let us pray. Father, our Heavenly Father, we come together in one accord, in one mind to lead a Christian life by the leading of the Holy Spirit, our Holy Spirit. In Jesus' name we pray. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ദൈവത്തിൻ്റെ ആത്മാവിലൂടെയുള്ള ഒരു ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത് നമ്മൾ പ്രാർത്ഥിച്ചോളെ പിതാവേ, നമ്മുടെ സ്വർഗസ്നായ പിതാവേ, നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിലൂടെ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏക മനസ്സോടെ ഒന്നിച്ചു വരാം. യേശുവിൻ്റെ നാമത്തിൽ നമ്മളത് പ്രാർത്ഥിച്ചു. ആ ഒരുമനപ്പെട്ട മനസ്സോടെ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനാലുള്ളൊരു ജീവിതം അതെനിക്കായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. ആ പാതയിൽ കൂടി കടന്നു പോകാൻ തക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജഡമൊന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവ് സർവദാ അതിനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മാവിലുള്ളൊരു ജീവിതം, ആ ഒരു ജീവിതം, ആ ജീവൻ്റെ ആ പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാണുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോടനുബന്ധിച്ച് ഏതാനും വാക്യങ്ങൾ ദൈവം തന്നത്, പരിശുദ്ധാത്മാവ് തന്ന് നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോയി എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനാലുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വിജയത്തോടെ ജീവിക്കുവാൻ ഇടയാക്കാൻ നമുക്ക് ഉപകരിക്കുന്ന വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഈ സമയങ്ങളിൽ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് ഇറമനക്കെട്ടെ ഇതാരമന അത് അത്യന്ത ശക്തിയുടെ വ്യാപാരം നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് ഇപ്പോൾ അയക്കട്ടെ. ആ മർമ്മങ്ങളെയും ആഴങ്ങളെയും മനസ്സിലാക്കി സ്ഥിരത പ്രാപിച്ചവരായി നമുക്ക് ഓടുവാൻ അനവധി ഹല്ലേലൂയ പാതകളുണ്ട്. ആ ഓട്ടം തികച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കട്ടെ. അത് വചനം ഇരുവായുത്തുള്ളൊരു വാള് പോലെ നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് മുന്നേറുവാൻ തക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആ തീയുടെ ആ ശക്തിയുടെ വ്യാപാരം, ആത്മാവിനുള്ള ആ ശക്തിയുടെ വ്യാപാരം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പം അതിനോടനുബന്ധിച്ച് ഞാൻ യൂത്തിനോടും പറഞ്ഞു, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ആത്മാവിനാലുള്ളൊരു ജീവിതമാണ്. ജഡം എപ്പോഴും ബലഹീനമാണ്. ഫ്ലഷ് കൗണ്ട് ഫോർ നത്തിങ്. ബട്ട് ആത്മാവിലുള്ള ജീവിതം, ആ സന്തോഷം ദൈവജനം അത് ഹൃദയത്തിലും മനസ്സിലും ആ ആനന്ദത്തോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവും ദൈവവും യേശു കർത്താവും ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനോടനുബന്ധിച്ച് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 1 and 2. റോമൻസ് ചാപ്റ്റർ 8 1 and 2 ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. അതിനുശേഷം നമുക്ക് മലയാളത്തിൽ വായിച്ച് ദൈവത്തിലായിരിക്കാം. There is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh, but according to the Spirit. For the law of the Spirit of life in Christ Jesus has made me free from the law of sin and death. നമുക്ക് അതിൻ്റെ മലയാളത്തിൽ വായിക്കാം. കർത്താവേ സ്തോത്രം. ഇരമനക്കെട്ടെ ധാരമനക്കെട്ടാലപക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം ജഡത്താലുള്ളൊരു ജീവിതമല്ല, ആത്മാവിലുള്ളൊരു ജീവിതമാണ്. അപ്പം അങ്ങനെ ആത്മാവിലുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ആ
ഫ്രീഡം, അതിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവ ജഡത്തെ അനുസരിച്ചല്ല. നമ്മുടെ ജീവിതം ജഡത്തെ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ചാണ് നമ്മൾ നടക്കേണ്ടത്. അതൊരു നിയമമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ക്രിസ്തുവേശിലുള്ള ആ ജീവന്റെ, ആത്മാവിൻ്റെ ആ ഒതുക്കത്തിൽ, ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ആ ജീവിതം, ആത്മാവിലുള്ളൊരു ജീവിതം, പല മേഖലയിലും നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആത്മാവിലുള്ള ഒരു ജീവിതത്തിലൂടെ അതിനെ എല്ലാ തടസ്സങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. അത് ദൈവം നമുക്കൊരു അവകാശമായിട്ട് തന്നിരിക്കുകയാണ്. ജഡത്താലല്ല, ആത്മാവിലുള്ളൊരു ജീവിതം, അതൊരു കണ്ടീഷനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആത്മാവിലുള്ളൊരു ജീവന് വേണ്ടി, ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുകയും ഒരു താല്പര്യം ജനിപ്പിച്ച് നമ്മൾ അതിനായിട്ട് ദൈവസേനയിൽ അടുത്ത് വരികയും എപ്പോഴും ദൈവസേനയിൽ നമുക്ക് അടുത്ത് വരാം. അതിൽ കൂടി ദൈവത്തിന് വലിയ വൻകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മിനിസ്ട്രിയിലും ചെയ്തെടുക്കുവാനുണ്ട്. അത് ക്രിസ്തുവേശുവിൻ്റെ ജീവന്റെ നിയമം, ഒരു നിയമമായിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഈ ദിവസങ്ങളിൽ ദൈവം ഒരു നിയമം നമ്മളെ ഏൽപ്പിച്ചാൽ അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഞാൻ അതിൻ്റെ പല വേർഷൻസ് ഇപ്പം വായിച്ചത് കിങ് ജെയിംസ് വേർഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ പല വേർഷൻസ് വായിക്കുന്നത് എപ്പോഴും നമുക്കത് ആത്മീയവർത്തന് ഇടയാക്കും. ഞാൻ പല വേർഷൻസും വായിക്കാറുണ്ട്. അപ്പോൾ ഓരോ മർമ്മങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷനിൽ ഇങ്ങനെയാണ് പറയുക: Therefore there is no condemnation, no punishment, those who are in Christ Jesus, who believe Him as a personal Lord and Savior. The law of the Spirit of life in Christ Jesus, that law, the law of our new being, the law of newborn experience, set you free from the law of death. ഇതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ആ വേർഷനിൽ, ആംപ്ലിഫൈഡിൽ: അതുകൊണ്ട് ക്രിസ്തുവേശിലുള്ളവർക്ക്, അവനെ വ്യക്തിപരമായും കർത്താവും രക്ഷകനുമായി വിശ്വസിക്കുന്നവർക്ക്, നമ്മളെല്ലാവരും യേശു കർത്താവിനെ രക്ഷകനും വ്യക്തിപരമായിട്ട് കർത്താവും രക്ഷകനുമായി വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തവരാണ്. അങ്ങനെയുള്ളവർക്കൊരു ശിക്ഷാവധിയും ഇല്ല, ഒരു ശിക്ഷയും ഇല്ല. ക്രിസ്തുവേശുവിൻ്റെ ജീവന്റെ ആത്മാവിൻ്റെ ആ നിയമം, ആ ക്രിസ്തുവേശുവിൻ്റെ ആ നിയമം, ആ ജീവന്റെ ആത്മാവിൻ്റെ നിയമം, അത് നിങ്ങളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അതിൻ്റെ നിയമത്തിൽ നിന്നും എപ്പോഴും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. അപ്പം നമ്മുടെ ഒരു അവകാശമാണ്. നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഏറ്റെടുത്തു. അപ്പം നമുക്കൊരു ക്രിസ്തുവേശുവിലൊരു നിയമം നമുക്ക് തന്നിരിക്കുകയാണ്. ആത്മാവിലൊരു ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാൻ നമുക്ക് ദൈവം ഇങ്ങനെയൊരു നിയമം തന്നിരിക്കുകയാണ്. ഞാൻ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെപ്പോഴും ഒരു സാക്ഷാൽ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ അത് ആത്മാവിലുള്ളൊരു ജീവിതമായിരിക്കണം. നമുക്കറിയാം, നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. വ്യക്തിപരമായിട്ട് കർത്താവും രക്ഷകനുമായിട്ട് നമ്മൾ ഏറ്റു പറഞ്ഞവരാണ്. അപ്പം അങ്ങനെ നമ്മൾ ഏറ്റു പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് കർത്താവിൻ്റെ ആ നിയമപ്രകാരം സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ ആത്മാവിൽ ജീവിക്കാൻ നമ്മളെ ധരിച്ചവരാണ്. പലപ്പോഴും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആ ജീവന്റെ ആ പുതുക്കത്തിൽ നടക്കുവാൻ സാധിക്കുന്നില്ല. അതിലേക്കൊരു താല്പര്യവും, കർത്താവെ ആത്മാവിൻ്റെ ആ നിയമത്തിൻ്റെ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം കർത്താവെ ഈ ദിവസങ്ങളിൽ ഒരുക്കണമേ, എല്ലാ ദിവസവും ഒരുക്കണമേ, എൻ്റെ യാത്ര അങ്ങനെയായിരിക്കട്ടെ എന്നുള്ളൊരു ദാഹം എപ്പോഴും നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ച് നമ്മളെ ലീഡ് ചെയ്യുവാൻ അത് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം John chapter 8 verse 36, John chapter 8 36, therefore if the Son make you free,
you shall be free indeed. ഇപ്പം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മലയാളത്തിൽ വായിക്കാം. 8-ാം അധ്യായം 36 പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇപ്പം കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നമ്മൾ ഏറ്റു പറഞ്ഞ ആ ഒരു ബോധ്യത്തോടെ ആത്മാവിന്റെ ആ നിയോഗത്തോടെ നടക്കുമ്പോൾ ആ സാക്ഷാൽ സ്വാതന്ത്ര്യം, കർത്താവ് തന്നെ ആ സാക്ഷാൽ സ്വാതന്ത്ര്യം, അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആകയാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കാൻ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ, ആത്മാവിന്റെ ആ സ്വാതന്ത്ര്യത്തിൽ ഈ ദിവസങ്ങളിൽ അതിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര പൈശ വ്യാപാരങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താർന്നിരിക്കട്ടെ. കർത്താവെ, നിന്റെ ആത്മാവിൽ ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ് നീ ഞങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അത് അത്യന്തപരമായിട്ട് ആത്മാവിന്റെ ആ തീയാല, ആ അഭിഷേകത്താൽ ചെയ്തെടുക്കുവാൻ തക്കണം. ആ ജീവന്റെ പുതുക്കത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്രൻ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ആത്മാവിന്റെ അതിനെതിരെ തടസ്സം നിൽക്കുന്ന എല്ലാ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഭവനത്തെ, കുടുംബത്തെ, എവിടെ ഏത് മേഖലയിലും മിനിസ്ട്രിയിലും എല്ലാം യേശുവിന്റെ നാമത്തിൽ അത് തകർന്ന് എപ്പോഴും ഇരിക്കട്ടെ. പുത്രത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. ആത്മാവിന്റെ ആ വ്യാപാരം ഈ ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾ കൂടെ ആകുമ്പോൾ 1 മാസം കൂടെ ഉള്ളൂ. അപ്പൊ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ മിനിസ്ട്രി എല്ലാം വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാനും വാക്യങ്ങൾ കൊണ്ട് നമുക്ക് വായിക്കാം. അതിന്റെ യോഹന്നാൻ സുവിശേഷം ജോൺ ചാപ്റ്റർ 8:32. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:32. ആൻഡ് യു വിൽ നോ ദ ട്രൂത്ത് and the truth will set you free. മലയാളത്തിൽ അത് പറയുന്നത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ. നമ്മൾ സത്യം അറിഞ്ഞു, ആ സത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക്, ആ ദൈവത്തിന്റെ നിയമപ്രകാരം, യേശുക്രിസ്തുവിന്റെ നിയമപ്രകാരം നമ്മളെ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഞാൻ അതിനോടനുബന്ധിച്ചൊരു ആംപ്ലിഫൈഡ് ബൈബിള് വായിച്ചപ്പോൾ അതിൽ ഞാൻ കണ്ടത്, and you will know the truth regarding salvation. അപ്പം നമ്മള് രക്ഷയെക്കുറിച്ചുള്ള ആ അറിവ്, ആ പരിജ്ഞാനം, ആ നോളജ്, that will set you free from the penalty of sin. ആ ഒരു അറിവ് കർത്താവെ, ആ സാൽവേഷനെ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്രൻ തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നു. ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ ആ പുത്രന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ആത്മീയ ജീവിതം എനിക്ക് ഇവിടെ നടത്തണം. ഈ ഭൂമിയിൽ തന്നെ നടത്തണം. സ്വർഗത്തിൽ പോയിട്ടല്ല, ഈ ഭൂമിയിൽ തന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പറയുവാനും സ്വാതന്ത്ര്യത്തോടെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഏത് മേഖലയിലും ആ അഭിഷേകവും ആ ധൈര്യവും ആ പുത്രന്റെ ആത്മാവ് നമുക്ക് ഈ ദിവസങ്ങളിൽ തരട്ടെ. അതൊരു സാൽവേഷന്റെ ഒരു പാക്കേജായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. നമ്മൾ ആ സത്യം അറിയും, സത്യത്തിന്റെ ആ പരിജ്ഞാനം നമ്മൾ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് ആക്കും. ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ആ രക്ഷയുടെ ആ സത്യം നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. അതിൻ്റെ പരിജ്ഞാനത്താൽ ആത്മീയമായിട്ട് ദൈവം നമ്മളെ വിടിവിച്ച്, പുത്രം വഴി വിടിവിച്ച് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കുവാൻ തക്കവണ്ണം, സ്റ്റെപ്പ് എടുത്തു വെക്കാൻ തക്കവണ്ണം ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ സ്വാതന്ത്ര്യം, ആ സത്യം നമ്മൾ അറിയുകയും ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നടക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ആ ആത്മീയ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇഫ് ദ സൺ മേക്ക് യു ഫ്രീ ദെൻ യു ആർ അൺക്വസ്റ്റ്യനബിളി ഫ്രീ. വിത്തൗട്ട് എ ക്വസ്റ്റ്യൻ യു ആർ ഫ്രീ. പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യരാണ്. അത് തീർച്ചയായിട്ടും, അത് വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വിഡിവിച്ച് സാൽവേഷൻ കൊടി ആക്കി വെച്ചെങ്കിൽ അതൊരു സ്വാതന്ത്ര്യമാക്കി
ദൈവം തന്നിരിക്കുകയാണ്. പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം ആഘോഷിക്കാറുണ്ട്. പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും നമ്മൾ ആ സ്വാതന്ത്ര്യത്തിൽ പുത്രൻ തന്ന ആ രക്ഷയുടെ ആ ശക്തിയുടെ ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൻ്റെ അത് നമ്മൾ ഘോഷിക്കേണ്ടവരാണ്. നീതിമാന്റെ ഭവനത്തിൽ ഉല്ലാസഘോഷമുണ്ട്. എന്തുകൊണ്ട്? ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരാണ്. പിശാച് പലപ്പോഴും നമ്മുടെ ആ ഉല്ലാസഘോഷത്തിലേക്ക് നടത്താതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ജഡത്തിൽ കൊണ്ടുവന്ന് ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കാൻ പല ഡിസപ്ഷനും അവൻ നടക്കും. അതിൻ്റെ മധ്യത്തിലും എൻ്റെ കർത്താവ് രക്ഷയുടെ ആ ആ വിളി എനിക്ക് തന്ന് സാക്ഷാൽ സ്വാതന്ത്ര്യമാക്കിയതാണ്. അതിൽ നടക്കുവാനായിട്ട് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ ഒരു നിയമമാണ്. ഈ ദിവസങ്ങളിലെ കർത്താവിൻ്റെ നിയമം നമ്മളിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. ഞാൻ റോമാലേഖനം 8:3 വായിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് വായിക്കാം. For what the law could not do, it was weak through the flesh, by sending his own Son in likeness of sin and flesh. On account of sin, he condemned sin in the flesh. ഇത് നമുക്ക് മലയാളം വായിക്കാം. റോമാലേഖനം 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമുക്കിവിടെ കാണാൻ ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം ഇതെല്ലാം പാലിക്കുന്നവർ ആകണം എന്നുള്ളൊരു താല്പര്യത്തോടെ കൊടുത്തു. പക്ഷെ ജഡം ബലഹീനമായതുകൊണ്ട് എല്ലാം പ്രാപിച്ചു. ഇപ്പോൾ ഒന്നിൽ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റുന്ന ഒരു നിയമമാണ് ന്യായപ്രമാണത്തിൽ കൊടുത്തത്. അപ്പം അതിന് യേശുവിനെ അയച്ച് ജഡത്തിൽ പാപജഡത്തിൽ കർത്താവ് ജഡമെടുത്ത് വന്നു. അപ്പം ആ പാപത്തെ ക്രൂശീകരിച്ചു. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുവാൻ ദൈവം നമുക്ക് പുത്രൻ വഴി ഒരു രക്ഷ നമുക്ക് നടന്നത്. അത് നമ്മളെല്ലാവരും ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ നടക്കണം. പിശാചിൻ്റെ അവൻ്റെ ആ ഡിസപ്ഷനും അവൻ്റെ തന്ത്രങ്ങളും എല്ലാം അറിയാൻ സാധിക്കും. അതെല്ലാം വിട്ട് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ആത്മാവ് എപ്പോഴും വ്യാകരിച്ചു കൊണ്ടിരിക്കട്ടെ. 1-2 വാക്യങ്ങളെ വായിച്ച് നമുക്ക് സമയം മുന്നോട്ട് പോകുന്നില്ല. റോമാലേഖനം 14:17 മലയാളത്തിൽ വായിക്കാം. റോമാലേഖനം 14:17. കർത്താവേ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നമ്മൾ ആദ്യം കണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലുടനീളം പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവുമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവെ നീതിയും പരിശുദ്ധാത്മാവിൻ്റെ ആ സന്തോഷവും അത് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളെ നീതീകരിച്ചു. സമാധാനം ദൈവം തന്നു, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും തന്നു. പിന്നെ ലൂക്കാ സുവിശേഷം 17:21 കൂടെ വായിച്ച് നമുക്ക് കേൾക്കാം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നമുക്ക് കാണാം, നമ്മൾ ആത്മാവിലുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആത്മാവായിട്ട് പരിശുദ്ധാത്മാവ് വഴി നമ്മളിൽ ഉണ്ട്. അപ്പം അവിടെ ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ചത് ഇതാ അല്ലെങ്കിൽ അതാ എന്നാരും പറയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എൻ്റെ സാന്നിധ്യം കാരണം, എൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത് എൻ്റെ സാന്നിധ്യം കാരണം, എൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് ദൈവരാജ്യം നിങ്ങളിലുണ്ട്. അത് നീതിയും സമാധാനവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും നീതിയും ആ സമാധാനവും നമുക്ക് അനുഭവിച്ച് ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളെയും തകർക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിൽ കേട്ട
മഹനീയമായ ദൈവ